ഹലോ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഒരിക്കൽ കൂടി എജു ഹബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് വേണ്ടി ലെറ്റ്സ് ക്രാക്ക് ഇറ്റ് എന്ന പ്രോഗ്രാമിലൂടെ വിബ്ജൂർ അക്കാദമി നടപ്പിലാക്കുന്ന 7 ദിവസത്തെ ക്ലാസ്സിലെ 2ാം ദിനമാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത് ഈ ഒരു എക്സാം പാറ്റേണിലെ മോഡൽ എക്സാം പാറ്റേണിലെ കുറച്ച് ചർച്ചകളും അതിന്റെ ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ നേരെ അതിന്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. നമുക്ക് 11ാമത്തെ ചോദ്യം മുതലാണ് ഇന്ന് ആൻസർ ചെയ്യാനുള്ളത്. കൂട്ടത്തിൽ ഒരു കാര്യം മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾക്ക് കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്ക് കൂടി ഇതൊരു സേവനമാക്കി കൊടുക്കുകയും വേണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമുക്കിനി 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ. ഇനി നമ്മൾ 3 മാർക്കിന്റെ പ്രോബ്ലം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുക, എങ്ങനെയാണ് അത് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ 11ാമത്തെ പ്രോബ്ലമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ നോട്ടും നിങ്ങളുടെ കയ്യിൽ കൃത്യമായി കരുതണം. പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുകയും വേണം. ഓക്കെ, 11ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ സമാന്തര ശ്രേണിയുടെ 5th ടേം 20 ആണ്. അപ്പൊ നമുക്ക് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്ന കാര്യം ഞാൻ ഇവിടെ എടുത്ത് എഴുതുക. 5th ടേം എത്രയാണ്? 20 ആണ്. ഓക്കെ, പിന്നെയോ 8th ടേം ഈസ് 32. 8ാം പദം എന്ന് പറയുന്നത് 32 ആണ്. എ ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണ്? അപ്പൊ കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇങ്ങനെ നമ്മൾ എഴുതുക. അപ്പൊ പദങ്ങളുടെ വ്യത്യാസം പറഞ്ഞാൽ 32 മൈനസ് 20 ബൈ 8 മൈനസ് 5. ഓക്കെ, അപ്പൊ 32ൽ നിന്ന് 20 പോയാൽ 12 ബൈ 3. 4 എന്നുള്ളതാണ് കോമൺ ഡിഫറൻസ് വരിക. കുറെ അറ്റൻഡ് ചെയ്ത ഏകദേശം എല്ലാ ആളുകളും ഇത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ബി ക്വസ്റ്റ്യൻ? എന്താണ് ബി ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 11ാം പദം കാണുക. ഈ സീക്വൻസിന്റെ 11ാമത്തെ ടേം കാണണം. കുറച്ച് ആളുകളൊക്കെ തെറ്റിച്ചിട്ടുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. 11ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഒരു വലിയ ടേം 8ാമത്തെ ടേം ആണല്ലോ, 8th ടേം ആണല്ലോ. ആ 8th ടേം വെച്ചിട്ട് 11ാമത്തെ ടേമിലേക്ക് കുറച്ചെണ്ണല്ലേ ഉള്ളൂ. 8ാമത്തെ പദം കഴിഞ്ഞ് 9ാം പദം, 10ാം പദം, 11ാം പദം 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 8th ടേമിനോടൊപ്പം 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്യുക, അതാണ് അതിനർത്ഥം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 8th ടേം എത്രയാണ്? 32 ആണ് 8th ടേം. ഓക്കെ, പ്ലസ് 3d. ഡി എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോമൺ ഡിഫറൻസ് നമുക്ക് 4 ആണ് കിട്ടിയിട്ടുള്ളത്. ദാറ്റ് ഈസ് 32 പ്ലസ് 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 44. ഓക്കെ, ഇത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഈ ചെയ്തിട്ടുള്ള സമയമുണ്ട്, നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനും കൂടി എടുത്ത സമയമാണ്. പക്ഷെ മാക്സിമം ഇത്ര സമയം നിങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ പാടുള്ളൂ. ഇതിന് നിങ്ങൾ ആദ്യം പോയി ഈ കോമൺ ഡിഫറൻസ് വെച്ചിട്ട് 5th ടേമിൽ നിന്ന് ഇങ്ങനെ പോയി 1st ടേം കണ്ടുപിടിച്ച് ആ 1st ടേമിൽ നിന്ന് f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി വെച്ചിട്ട് അല്ലെങ്കിൽ dn പ്ലസ് f മൈനസ് ഡി വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ നിന്നാൽ ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്ത കുറെ ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രൂപത്തിൽ ഡയറക്റ്റായി കണ്ടുപിടിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം. 12th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ 12th ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സ് ഒരു എഡൽ സംഖ്യയാണ്. എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. വാട്ട് ഇസ് മീൻ ബൈ നാച്ചുറൽ നമ്പർ? 1 2 3 എക്സെട്ര. അപ്പൊ അങ്ങനത്തെ ഒരു നമ്പറാണ് എക്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 2x-നോട് ഏത് സംഖ്യ കൂട്ടിയാലാണ് ഒരു പൂർണ്ണവർഗം കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 2x-നോട് ഏതൊരു നമ്പർ പ്ലസ് ചെയ്താലാണ് അതൊരു കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ട് മാറുക എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. എക്സ് സ്ക്വയർ എ ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x-നോടൊപ്പം ഏതോ ഒരെണ്ണം കൂട്ടുമ്പോൾ അതൊരു പൂർണ്ണവർഗമാകും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് അത് പൂർണ്ണവർഗം ആകുമെന്ന് നമുക്ക് നോക്കുക. നമുക്ക് നോക്കൂ, എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ചെയ്തതാണ്. ആ ഒരു അടിസ്ഥാനമാണ്, ആ ഒരു ബേസ് ആണ് നമുക്ക് ഇവിടെ ആവശ്യം. അങ്ങനെ കുറെ ചോദ്യം നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ 2ാം ക്ലാസ് സമവാക്യങ്ങൾ എന്നുള്ള പാഠത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക്
നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോ നോക്കൂ, നിങ്ങള് 1 ആഡ് ചെയ്താൽ ഇവിടെ ആൻസർ ഇതാണ്. ഇത് എന്ത് ആഡ് ചെയ്താലാണ് പൂർണ്ണവർഗം കിട്ടുക അല്ലെങ്കിൽ കംപ്ലീറ്റ് സ്ക്വയർ കിട്ടുക? 1 ആഡ് ചെയ്താലാണ് പൂർണ്ണവർഗം കിട്ടുക. ഇത് ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയാലും മതി, അല്ലാതെ വിശദമായിട്ട് അവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയാൽ തന്നെ മതി. ഓക്കെ, ഇതിന്റെ ബി ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ബി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 2x. നമ്മള് കംപ്ലീറ്റിംഗ് സ്ക്വയർ പറഞ്ഞ സംഗതി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ കംപ്ലീറ്റിംഗ് സ്ക്വയർ, വർഗ തികവ് എന്നൊരു ടോപ്പിക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയോ, എക്സ് സ്ക്വയർ പ്ലസ് 2xനെ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 15 ആണെങ്കിൽ 15 ആണെങ്കിൽ എക്സിനെ സൂചിപ്പിക്കുന്ന എന്നൊരു സംഖ്യ ഏതാണ്? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇതാ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ മുമ്പിലുള്ള സംഖ്യ എത്രയാണ്? 2. അതിന്റെ പകുതിയുടെ സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് ഈ 1 കിട്ടിയത് തന്നെ. എക്സിന്റെ മുമ്പിലുള്ള സംഖ്യ 2 ആണ്. അതിന്റെ പകുതിയുടെ സ്ക്വയർ പറഞ്ഞാൽ പകുതി 1 ആണ്. ഓക്കെ, ആ 1ന്റെ സ്ക്വയർ നമ്മൾ 2 ഭാഗത്തും ആഡ് ചെയ്യണം. 1ന്റെ സ്ക്വയർ പറഞ്ഞാൽ 1 തന്നെയാണ്. ഓക്കെ, അതായത് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ. നോക്കൂ, ഇവിടെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് വരിക എന്നുള്ളതിന്റെ ബേസ് നമുക്ക് എ ക്വസ്റ്റ്യനിലൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് പരമാവധി ഉത്തരം ചെയ്യാനുള്ള സാധ്യതകൾ, ചാൻസുകൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ആളുകൾ നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലെ സത്യം. ഓക്കെ, അപ്പോ സ്ക്വയറിനെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 16 ആണ്. ഓക്കെ, അപ്പൊ റൂട്ട് 16 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 4. പ്ലസ് ഓർ മൈനസ് 4 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. പക്ഷെ നാച്ചുറൽ നമ്പർ പറയുന്നത് 1, 2, 3 എക്സെട്ര എന്ന നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അവിടെ മൈനസ് പരിഗണിക്കേണ്ടതില്ല. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 4 മൈനസ് 1. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 3. എക്സിന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ ഈ എ ക്വസ്റ്റ്യന് 1 മാർക്കും ബി ക്വസ്റ്റ്യന് 2 മാർക്കുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ 3 മാർക്ക് നമുക്ക് ലഭിക്കുക. 12ാമത്തെ ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ 13ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, 13ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിക്കണം, ഒരു ത്രികോണത്തിന്റെ മൂലകൾ 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ത്രികോണത്തിന്റെ 2 കോണുകളുടെ അളവുകൾ 50 ഡിഗ്രി 60 ഡിഗ്രി വീതമാണ്. ത്രികോണം വരയ്ക്കുക. നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലെ? ഈ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ജസ്റ്റ് അതിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് റഫായിട്ട് സൈഡിൽ ഒന്ന് വെറുതെ വരച്ചു നോക്കുക. എങ്ങനെയാണ് വരിക എന്നുള്ളത് ചെറുതായിട്ട് വരച്ചു നോക്കുക. ഓക്കെ, അപ്പോ നമുക്ക് എങ്ങനെ വരിക? ഇവിടെ ഒരു 3 സെന്റിമീറ്റർ ആരമുള്ള ഒരു സർക്കിൾ ഉണ്ട്. ഓക്കെ, അതിന്റെ വെർട്ടിസസ് ആണ്, മൂലകളാണ് ഇവിടെ മുട്ടേണ്ടത്. മൂലകളാണ് മുട്ടേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരെണ്ണം 50 ഡിഗ്രിയാണ്, ഒരെണ്ണം 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ വേറെ ഒരെണ്ണം എത്രയായിരിക്കും? 50ഉം 60ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 110 ആണ്. 180ലേക്ക് എത്താൻ ഇനി 70 ഡിഗ്രി വേണം. ഓക്കെ, ഇനി ഇതിനൊക്കെ ഡബിൾ ചെയ്യണം നമ്മള്. ഇത് 100 ആവും, ഇത് 120 ആവും, ഇത് 140 ആവും. അപ്പൊ ആദ്യം ഒരു റേഡിയസ് വരയ്ക്കുക. 100 ഡിഗ്രി എടുക്കുക, 100 ഡിഗ്രി എടുക്കുക. ഈ ഡിഗ്രി എഴുതണം കേട്ടോ. ഈ എടുക്കുന്ന ഡിഗ്രി എത്രയെന്നുള്ളത് നിങ്ങൾ എഴുതണം നിർബന്ധമായിട്ട്. പല ആളുകൾ അങ്ങനെ വെറുതെ ചിത്രം വരച്ച് വെച്ചിട്ടുള്ളൂ. അപ്പൊ ടീച്ചർ അങ്ങനെ ഇരുന്ന് അളക്കണം 100 ഡിഗ്രി ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ പാടില്ല. നിങ്ങൾ അവിടെ എഴുതണം, കൃത്യമായി വരച്ചെഴുതണം. നോക്കിയാൽ തന്നെ മനസ്സിലാവും അതിൽ 100 ഡിഗ്രി ഉണ്ടാ, 120 ഡിഗ്രി ഉണ്ടാ, നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം ഏകദേശം എല്ലാവരുടെയും ചിത്രം ഒരേ ഷേപ്പിലായിരിക്കും വരിക. അപ്പൊ ആ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടീച്ചർമാർക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ ദെൻ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങനെ കിട്ടും. ഇവിടെ 100 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 50 ആയിരിക്കും. ഇത് എഴുതാം. ഇവിടെ 120 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ബാക്കി 140 ആണെങ്കിൽ ഇവിടെ 70 ഡിഗ്രി ആയിരിക്കും. ഈ രൂപത്തിലാണ് ചിത്രം വരിക. ഇതിനെ നിങ്ങൾ ഫെയർ ആയിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അതായത് ഇത് ഞാൻ ജസ്റ്റ് റഫായിട്ട് നിങ്ങൾ സൈഡിൽ വെറുതെ വരച്ച് നോക്കുക. ദെൻ ഇങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3 സെന്റിമീറ്റർ ഉള്ള സർക്കിൾ വരയ്ക്കുക. ദെൻ അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുക. ഈ ഒരു സംഗതി സൈഡിൽ എഴുതി വെച്ചാൽ മതി. ഡബിൾ ചെയ്യുന്നത് എഴുതാൻ നിർബന്ധമൊന്നുമില്ല. അതൊക്കെ ചിത്രത്തിൽ എന്ത് ചെയ്യണം? ഏതൊക്കെ ആംഗിൾ ആണോ നിങ്ങൾ അവിടെ അളവെടുത്ത് വരച്ചിട്ടുള്ളത്, ആ അളവെടുത്ത് വരച്ചിട്ടുള്ള ആംഗിളുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചിത്രത്തിനുള്ളിൽ പെൻസിൽ കൊണ്ടോ മറ്റോ എഴുതണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കൺസ്ട്രക്ഷൻ ആണ് നമുക്ക് 13ാമത്തെ ചോദ്യത്തിൽ വരുന്നത്. ഓക്കെ, 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
14ാമത്തെ ചോദ്യത്തിൽ ഇതാണ് ABCD ഒരു ചിത്രം തന്നിട്ടുണ്ട് നമുക്ക്. ആ ചിത്രത്തില് നോക്കിയോളൂ. പി എന്നുള്ളതിനെ പി AB-യും CD-യും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് പി. ഓക്കെ, AB എന്ന് പറയുന്നത് ടോട്ടൽ 17 സെന്റിമീറ്റർ ആണ് വരുന്നത്. AB എന്ന് പറയുന്നത് ടോട്ടൽ 17 സെന്റിമീറ്റർ ആണ്. A മുതൽ B വരെ 17 സെന്റിമീറ്റർ ഉണ്ട്. AB ഈക്വൽ ടു 17. 14ാമത്തെ ചോദ്യമാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ PA ഈക്വൽ ടു 9. P മുതൽ A വരെ 9 സെന്റിമീറ്റർ ആണ്. നോക്കൂ, A മുതൽ B വരെയുള്ള ടോട്ടൽ ലെങ്ത് 17 ആണ്. A മുതൽ P വരെ എത്രയാണ്? 9 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 9നോടൊപ്പം എത്ര കൂട്ടിയാലാണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാലല്ലേ 17 കിട്ടുക. A മുതൽ P വരെയുള്ള ദൂരവും P മുതൽ B വരെയുള്ള ദൂരവും കൂടി കൂട്ടുമ്പോഴാണ് AB കിട്ടുക. AB എന്ന് പറഞ്ഞ ടോട്ടൽ 17 സെന്റിമീറ്റർ ആണ്. അപ്പൊ 17ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 9 മൈനസ് ചെയ്യണം. അപ്പൊ 8 സെന്റിമീറ്റർ അത് കിട്ടും. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കൂ, ഇവിടെ PD ഈക്വൽ ടു 12 സെന്റിമീറ്റർ. ഇത് 12 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അടുത്ത ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PB യുടെ നീളം എത്രയാണ്? PB യുടെ നീളമാണ് നമ്മളോട് കണ്ടുപിടിച്ചത്. എങ്ങനെയാണ്? 17 മൈനസ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 സെന്റിമീറ്റർ. ഏതൊരു കുട്ടിക്കും വളരെ സിമ്പിൾ ആയി എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ ആ 3 മാർക്കിലെ 1 മാർക്ക് എന്തിനാണ്? ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഇതിന്റെ B ക്വസ്റ്റ്യൻ ചെയ്യാൻ ആദ്യം നമ്മൾ A ക്വസ്റ്റ്യനിലൂടെ ചിന്തിച്ചു വേണം പോവാൻ. അതായത് B മാത്രം എഴുതിയിട്ട് കാര്യമില്ല. A ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നീടുള്ള സബ് ക്വസ്റ്റ്യനുകളുടെ സൂചനയാണ്. ഓക്കെ, B ക്വസ്റ്റ്യൻ നോക്കാം. PC യുടെ നീളം കണക്കാക്കുക. PC. ഓക്കെ, P മുതൽ C വരില്ല. എങ്ങനെയാണ്? PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. PA എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കൂ? 9 ഇൻറ്റു PB എന്ന് പറഞ്ഞാൽ 8 ഈക്വൽ ടു PC അറിയില്ല, അപ്പൊ PC തന്നെ എഴുതി, ഇൻറ്റു PD പറഞ്ഞാൽ 12. ഈ 12 എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. PC ഈക്വൽ ടു എന്താ വരിക? PC പ്രാവശ്യമുണ്ട്. 9ൽ 3 പ്രാവശ്യമുണ്ട്. 12ൽ 4 പ്രാവശ്യമുണ്ട്. അങ്ങനെ ചെറുതാക്കുക. അല്ലാതെ നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്ത് വലിയൊരു നമ്പർ ആക്കി അതിനെ ഡിവൈഡ് ചെയ്യാൻ സമയം കളയേണ്ടതില്ല. 8ൽ 4 2 പ്രാവശ്യമാണ്. 4 4ൽ 1 പ്രാവശ്യമാണ്. ക്യാൻസൽ ആയി പോയി. ബാക്കി മുകളിൽ എന്താ ഉള്ളൂ? 3 into 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെന്റിമീറ്റർ. അപ്പോ PC യുടെ ലെങ്ത് എത്രയാണ്? PC യുടെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. അപ്പൊ അഗെയിൻ നമുക്ക് എത്ര മാർക്ക് കിട്ടി? 3 മാർക്ക് കിട്ടി. ഇപ്പൊ 11ാമത്തെ ചോദ്യത്തിലും 12ാമത്തെ ചോദ്യത്തിലും 13ാമത്തെ ചോദ്യത്തിലും 14ാമത്തെ ചോദ്യത്തിലും നമുക്ക് എന്ത് ചെയ്തു? 3 മാർക്ക് ലഭിച്ചു. ഓക്കെ, നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ചോദ്യം ഞാൻ അങ്ങനെ പറയുമ്പോഴും ശരിയായി അല്ലെങ്കിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആ മിസ്റ്റേക്ക് പറ്റിയത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഇനി മുമ്പിൽ പബ്ലിക് എക്സാം ആണുള്ളത്. അപ്പോ ആ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ആ തെറ്റ് വരാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, അപ്പൊ നമുക്ക് 14 ചോദ്യം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. 15ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സാർ പറയുന്ന സ്റ്റെപ്പ് ഒന്ന് എഴുതി വെക്കണം. എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിനുകൂടി കൂടുതൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പ്രോബ്ലംസ് മുഴുവൻ പറഞ്ഞു കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തുടരുകയാണ്. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, 15ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 15ാമത്തെ ചോദ്യത്തിൽ എന്താ നോക്കൂ. ഒരു ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ചിത്രത്തിൽ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ചോദ്യത്തിലുള്ള ചിത്രം ഞാൻ ഇവിടെ വരയ്ക്കാം. 3 ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരിക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ചോദ്യത്തിലുള്ള ചിത്രം വരയ്ക്കുന്നത്. ചോദ്യത്തിലുള്ള ചിത്രം ഉത്തരത്തിൽ വരയ്ക്കണമെന്ന യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് തന്നിട്ടുള്ളത്. ആംഗിൾ B 90 ഡിഗ്രിയാണ്. ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്. AB എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. പിന്നെയോ cos A ഈക്വൽ ടു 3/5. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. എന്താ ഈ cos A ഈക്വൽ ടു 3/5? cos A എന്ന് ഉദ്ദേശിക്കുന്നത് എന്റെ അവിടെയുള്ള ആംഗിൾ ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, കോസിന്റെ ഇക്വേഷൻ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എങ്ങനെയാ? സമീപവശം ബൈ കർണം എന്നാണല്ലോ കോസിന്റെ ഇക്വേഷൻ.
ഓക്കെ, അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോ ഇതിന്റെ സമീപവശം ഇവിടെയാണ് എ എന്ന് പറയുന്നത് ഡിഗ്രി. ആ എ ഇവിടെ എക്സ് ഡിഗ്രി എന്നൊക്കെ നമ്മൾ എടുക്കുന്നതിന് പകരമാണ് ഇവിടെ എ എന്ന് തന്നിരിക്കുന്നത്. അപ്പൊ എയുടെ ആണ് എന്ന് മനസ്സിലാക്കണത്. ഓക്കെ, പിന്നെയോ അഡ്ജസന്റ് സൈഡ് നമുക്ക് 3 ആയിട്ട് എടുക്കാം. ഹൈപ്പോട്ടന്യൂസ് എത്രയായിട്ട് എടുക്കാം? 5 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കൂ, ബി സി ഈക്വൽ ടു എത്ര വരിക? റൂട്ട് ഓഫ് ഈ എ സി സ്ക്വയർ 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 മൈനസ് 9 റൂട്ട് 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇവിടെ 4 ആണ് വരിക. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എ സിയുടെ നീളം എന്താണ്? നമുക്ക് ഇത് കണ്ടുപിടിച്ച് നമുക്ക് എല്ലാം എഴുതാം. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഇതിലേക്ക് വരണം. എന്ത് ചെയ്യണം? ഈ കോസ് എ പറഞ്ഞാൽ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 2 സൈഡ് അതിൽ നിന്ന് കിട്ടി. മൂന്നാമത്തെ സൈഡ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കുക. ദെൻ അപ്പൊ കൂടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കൂ, എ സിയുടെ നീളം, എ ക്വസ്റ്റ്യൻ ഇതാണ്, എ സിയുടെ നീളം എന്താണ്? എ സിയുടെ നീളം എത്രയെന്നാ പറയാ? നമ്മള് 5 ആണ് എന്നുള്ളത് നമുക്ക് പറയാം. ഇവിടെ 5 ആണ് നമുക്ക് കിട്ടിയത്. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ബി ക്വസ്റ്റ്യൻ പറഞ്ഞാൽ സൈൻ എ കണക്കാക്കുക. സൈൻ എ പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നാണ് അർത്ഥം. എതിർവശം ബൈ കർണം. അപ്പോ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ എയുടെ എതിർവശം ഇപ്പൊ 4 ആണ്. 4/5. നോക്കൂ, ഇതിന് 1 മാർക്കും ഇതിന് 2 മാർക്കുമാണ്. പക്ഷെ ഈ 1 മാർക്കും 2 മാർക്കും ചെയ്യണമെങ്കിൽ ഇത് എഴുതണം. ഇത് എഴുതണമെങ്കിൽ ഈ കാര്യം മനസ്സിലാവണം. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഞാൻ ഈ ആദ്യം പറഞ്ഞ കോസ് എ എന്ന് പറഞ്ഞാൽ എ എന്ന ആംഗിളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ വൃത്തം ചതുർഭുജം PQRSന്റെ വശങ്ങളെ ABCD എന്നീ ബിന്ദുക്കളിൽ തൊടുന്നു. അപ്പൊ നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ABCD എന്നുള്ളത് എല്ലാ സൈഡുകളിലും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അല്ലെ? നമുക്ക് നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളില് ടച്ച് ചെയ്യുന്ന രൂപത്തിൽ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇവിടെ PQRS ഇങ്ങനെയാണ് സൈഡുകൾ തന്നിട്ടുള്ളത്. ടച്ച് ചെയ്യുന്നതിനെ നമ്മൾ ABCD എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ എന്തൊക്കെ അളവുകളാണ് തന്നിരിക്കുന്നത്? PA എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണ്. പിന്നെയോ QB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. പിന്നെ RC എന്ന് പറഞ്ഞാൽ 3 ആണ്. R മുതൽ C വരെ 3 ആണ്. പിന്നെയോ SD എന്ന് പറഞ്ഞാൽ 2 ആണ്. എന്താ അവിടെ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് PD-യുടെ ലെങ്ത് എത്രയാണ്? PD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സർക്കിളിൽ നിന്നും ഒരു പുറമേ ഉള്ള ഒരു പോയിന്റിൽ നിന്നും ഒരു സർക്കിളിലേക്ക് മാക്സിമം 2 ടാൻജന്റുകൾ വരയ്ക്കാം. ഈ 2 ടാൻജന്റിന്റെയും ലെങ്ത് എന്തായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. അപ്പൊ അതുകൊണ്ട് PA എന്ന് പറഞ്ഞാലും, എ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്, PA എന്ന് പറഞ്ഞാലും PD എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ തന്നെയാണ് വരിക? 5 സെന്റിമീറ്റർ തന്നെയാണ് വരിക. ബി ക്വസ്റ്റ്യന്റെ ആൻസർ നോക്കാം. ബി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇതിന്റെ ടോട്ടൽ ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ്? പെരിമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ PA എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ ഇവിടെയും 5 ആണ്, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെയും 2 ആണ്, ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4 ആണ്, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആണ്. അപ്പൊ ടോട്ടൽ എത്ര സെന്റിമീറ്റർ വരിക? ഈ PQ വരണ മൊത്തം എത്രയും നോക്കുക? 5ഉം 4ഉം 9 ആയി അല്ലെ? ഇവിടെ 5ഉം 2 7 ആയി, ഇവിടെ 2 3 5 ആയി, ഇവിടെ 3 4 7 ആയി. അങ്ങനെ ടോട്ടൽ 28 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യാം ഇവിടെ വരിക. ഓക്കെ, അപ്പോ നമുക്ക് എത്ര കിട്ടി? 28 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ കേട്ടോ? പെരിമീറ്റർ ഈക്വൽ ടു അല്ലെങ്കിൽ ചുറ്റളവ് സമം പറഞ്ഞിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പൊ ടീച്ചർക്ക് പെട്ടെന്ന് നോക്കുമ്പോ ഇത് ആ ക്വസ്റ്റ്യനിലെ ചുറ്റളവാണല്ലേ. ചിത്രം ഒന്നും വരയ്ക്കേണ്ടതില്ല കേട്ടോ. ഈ വരച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും ആൻസർ ഷീറ്റിൽ ആവശ്യമില്ല. ഈ സ്റ്റെപ്പുകൾ മാത്രമാണ് എന്തുള്ളൂ ആവശ്യമുള്ളൂ. അപ്പൊ പക്ഷെ ഇങ്ങനെ 5 4 5 5 28 ഇങ്ങനെ മാത്രം വരുമ്പോഴേ ഇത് ഇവിടുന്ന് ഈ കുട്ടി കിട്ടിയിരിക്കണത് ഇത് ഒരു സ്റ്റെപ്പും കാണുന്നില്ലല്ലോ. നമുക്ക് ആകെ ഈ വർഷം സ്റ്റെപ്പ് എഴുതാൻ വളരെ കുറവേ ഉള്ളൂ. കഴിഞ്ഞ ഏത് വർഷങ്ങളിലേതുപോലെയും നമുക്ക് കൂടുതൽ സ്റ്റെപ്പുള്ള പ്രോബ്ലംസ് ഇല്ല. അതുകൊണ്ട് ഉള്ള സ്റ്റെപ്പ് മടിയില്ലാതെ എഴുതാൻ നിങ്ങൾക്ക് തയ്യാറാവണം.
ഓക്കെ, അപ്പൊ നമ്മുടെ എത്ര ചോദ്യം കഴിഞ്ഞപ്പോ 16 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നത്. എത്ര എളുപ്പമാണല്ലേ നമ്മുടെ പരീക്ഷ, എത്ര എളുപ്പമാണ് നോക്കൂ. നിങ്ങൾക്ക് മോഡൽ പരീക്ഷ ഇതിങ്ങനെ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര എളുപ്പമാണ്. വെറുതെയാണ് നമ്മൾ എളുപ്പമാണെന്ന് പറയല്ല. ഓക്കെ, അത് എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് എളുപ്പമാവണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഈ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാത്ത രൂപത്തിൽ, സംഭവിച്ച മിസ്റ്റേക്കുകളൊക്കെ മാറ്റുന്ന രൂപത്തിൽ വേണം നമ്മൾ പഠിക്കാൻ. അതിന് ഈ ക്ലാസ് നന്നായി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. മുഴുവനായും കാണണം. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല. കൃത്യമായി മുഴുവനായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരം കിട്ടുള്ളൂ എന്നുകൂടി ഓർമ്മപ്പെടുത്തി നമ്മൾ 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഓക്കെ, നമ്മുടെ 3 മാർക്കിന്റെ സെഷനിലുള്ള 17ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 17ാമത്തെ ചോദ്യം നോക്കാതിരിക്കുള്ളൂ. ഇതിന്റെ ഒരു വൃത്തസ്തൂപി, ഒരു കോണിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, അതിന്റെ ചരിവ് ഉയരം സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? എ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ ഹൈറ്റ്, ഹൈറ്റ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, നമുക്കിതാ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ, ഒരു കോണിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ എല്ലാണ് വരുന്നത്, ഏറ്റവും നീളം കൂടിയ വശം. ഇവിടെ ഹൈറ്റ് ആണ്, ഇവിടെ 6 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ h എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? h ഈക്വൽ ടു റൂട്ട് ഓഫ് L² മൈനസ് R² ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ചത് മാറിപ്പോകാതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇത് പഠിച്ചത് മാറിപ്പോയി കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ നമ്മൾ പഠിച്ചതിൽ ഫലമില്ലല്ലോ. ഓക്കെ, അപ്പോ h ഈക്വൽ ടു L² മൈനസ് R² ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10² മൈനസ് 6². 10² പറഞ്ഞാൽ 100 ആണ്, 6² പറഞ്ഞാൽ 36 ആണ്. രണ്ടുകൂടി മൈനസ് ചെയ്ത് എത്ര കിട്ടുക? 64 എന്ന് കിട്ടും. അതായത് 8 സെന്റിമീറ്റർ. കുറെ ആളുകൾക്ക് കിട്ടിയതാണ് 8 സെന്റിമീറ്റർ. ദെൻ അടുത്തത് നോക്കൂ, ഇതിന്റെ ബി ക്വസ്റ്റ്യൻ എന്താണ്? ഇതിന്റെ വ്യാപ്തം കണക്കാക്കുക. ഓക്കെ, ഇതിന്റെ വ്യാപ്തം കണക്കാക്കുക. അതായത് എന്താണ്? വോളിയം ഈക്വൽ ടു 1/3 πr²h ആണ് ഇതിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാറിപ്പോകാൻ പാടില്ല. ഏതാണ്? കോണാണ്, വൃത്തസ്തൂപികയാണ്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം വോളിയം ഓഫ് എ കോൺ ഈസ് 1/3 πr²h. ഓക്കെ, ഈ കോൺ പറയുന്ന പോർഷൻ ആണ് ഫോക്കസ് ഏരിയയിൽ നമുക്ക് തന്നത്. അപ്പൊ കോണിൽ നിന്നാണ് നമുക്ക് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, 1/3 ഇൻറ്റു പൈ ഇൻറ്റു R²h. എന്താണ് R പറഞ്ഞ? 6². 6² ഇൻറ്റു h. h എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള 8. ഇതില് 1/3 ഇൻറ്റു പൈ ഇൻറ്റു 6² പറഞ്ഞാൽ 6 ഇൻറ്റു 6 ആണല്ലോ അല്ലെ, ഇൻറ്റു 8. ഞാൻ എന്താ ഞാൻ എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 6നെ ഈ 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ 2 എന്ന് എഴുതാനോ. നമ്മളെല്ലാം കൂടി ഇൻറ്റു ചെയ്തിട്ട് പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഇത്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇവിടെ 6 ഇൻറ്റു 8 ചെയ്താൽ എത്രയായി? 48 ആയി. ഓക്കെ, ആ 48നോട് 2 ഇൻറ്റു ചെയ്ത 96 ആയി. ഓക്കെ, അപ്പൊ 96 പൈ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് അവസാനം എഴുതാം. ഓക്കെ, ഇതാണ് 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? ഹൈറ്റ് കണ്ടുപിടിച്ചു. ആ ഹൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഉള്ള വോളിയം കണ്ടുപിടിച്ചു. എ ക്വസ്റ്റ്യൻ ചെയ്യാതെ ആർക്കെങ്കിലും ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയോ? ഒരിക്കലും ഇല്ല. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്തത് 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 18ാമത്തെ ചോദ്യം ഇതാണ്. ഒരു സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഒരു വൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ആധാര ബിന്ദുവാണ്. ആധാര ബിന്ദു എന്ന് പറഞ്ഞാൽ x ആക്സിസും y ആക്സിസും കൂട്ടിമുട്ടുന്ന 0 എന്ന ബിന്ദുവാണ്. ഓക്കെ, വൃത്തത്തിലെ ഒരു പോയിന്റ് ആണ് 3, 4. 3, 4 എന്നുള്ളത് സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. നോക്കൂ, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. 3, 4 ഒറ്റൊരു പോയിന്റ്, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ട്, അതിൽ 3, 4 ഒറ്റൊരു പോയിന്റ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി വരച്ചാണ് കേട്ടോ, ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പൊ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3 മൈനസ് 0, അതായത് 3² പ്ലസ് 4². 4 മൈനസ് 0 എന്നല്ലേ വരിക? x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ എഴുതിയിട്ട് നിങ്ങൾ വിശദമാക്കി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അത്രയ്ക്ക് എഴുതേണ്ട ആവശ്യകത ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പൊ 9² പ്ലസ് 16 റൂട്ട് 25 ദാറ്റ് ഇസ് ഈക്വൽ ടു 5. ഓക്കെ, 5 സെന്റിമീറ്റർ ആണ് ഇതിന്റെ റേഡിയസ് ഈക്വൽ ടു ആരം സമം 5 സെന്റിമീറ്റർ. അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ വൃത്തം x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദു. കട്ട് x ആക്സിസ്. നമുക്ക് ഇതാ x അക്ഷത്തെ മുറിച്ച് കിടക്കുന്ന ബിന്ദു പറഞ്ഞാൽ ഈ പോയിന്റും ഈ പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ ഇതുവരെ ഡിസ്റ്റൻസ് 5 ആണ്. ഈ പോയിന്റ് എത്രയായിരിക്കും? 1, 5, 0 ആയിരിക്കും.
മറ്റൊന്ന് -5.0 കാരണം എക്സ് ആക്സിസിനെ കട്ട് ചെയ്ത് പോകുന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താ, അതില് രണ്ടാമത്തേത് 0 ആയിരിക്കുമല്ലോ. അപ്പോ 5 സെന്റിമീറ്ററിനുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെയും കണ്ടോ, എ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടാണ് ബി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ചോദ്യത്തിന് കൂടി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ എ ആൻസർ എന്താണ്, റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ആണെന്നുള്ളതാണ്. ഈ സ്റ്റെപ്പ് എഴുതണം. പിന്നെ ബി ക്വസ്റ്റ്യൻ എന്താണ്, ബി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെയാണെന്നുള്ളത് ആ പോയിന്റ് മാത്രം എഴുതിയാൽ മതിയോ. ഓക്കെ, ദ പോയിന്റ്സ് കട്ട് എക്സ് ആക്സിസ്, എക്സ് അക്ഷത്തെ മുറിച്ചു കിടക്കുന്ന ബിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, 5.0 ആൻഡ് -5.0 ഇത് രണ്ടും എഴുതണം കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. ഈ ഒരു പോയിന്റിന് 1 മാർക്ക്, ഈ ഒരു പോയിന്റിന് 1 മാർക്ക്, ഈ ഡിസ്റ്റൻസ് കാണുന്നതിന് 1 മാർക്ക്. അങ്ങനെയാണ് ഈ 3 മാർക്ക് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 18ാമത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി ഏതിലേക്ക് പോകുന്നു, 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. വളരെ എളുപ്പമുള്ള അടുത്ത ഒരു കൺസ്ട്രക്ഷന്റെ ചോദ്യമാണ് 19ാമത്തെ ചോദ്യം. നോക്കൂ നിങ്ങള്, 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കണം. ഓക്കെ, 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ, അതാണ് ഇവിടെ ആദ്യം വേണ്ടത്. ഓക്കെ, എന്നിട്ടോ ഈ വൃത്തത്തിൽ എ എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. എ എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് എ എന്നുള്ള ബിന്ദുവിലൂടെ തൊടുവര വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു റേഡിയസ് വരയ്ക്കുക. ആ റേഡിയസ് 90 ഡിഗ്രി എടുത്തിട്ട് ഒരു എന്ത് ചെയ്യുക, തൊടുവര വരയ്ക്കുക. ഇവിടെ എ എന്ന് എഴുതുക. പിന്നെ പലരും റേഡിയസ് വരയ്ക്കാതെ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇവിടെ 90 ഡിഗ്രി ആണ് ഇത് കാണിച്ചുകൊണ്ട് വേണം വരയ്ക്കാൻ. ഒന്നുകിൽ ഇങ്ങനെയോ അല്ലെങ്കിൽ ഇതിന്റെ മൊത്തത്തിൽ ഡയമീറ്റർ വരച്ചിട്ടോ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോ തൊടുവര വരയ്ക്കുക. അതായത് നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ഒരു പോയിന്റ് ആയിരുന്നു ഈ ടാൻജന്റ് എന്നുള്ളത്. ടാൻജന്റ് എന്ന കോൺസെപ്റ്റ്, ഓക്കെ, അതായത് തൊടുവര എന്ന ആശയം. ഈ ആശയം എന്ന് പറഞ്ഞാൽ തൊടുവര വരയ്ക്കാന്നാണ് അർത്ഥം. ഈ തൊടുവര വരയ്ക്കാൻ തന്നെ ഇതായപ്പോ 3 മാർക്കായി. ഇങ്ങനെ കൺസ്ട്രക്ഷൻ മാത്രം, വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ മാത്രം നമ്മുടെ ഈ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 19 മാർക്കിനുണ്ട്. അപ്പോ ആ 19 മാർക്ക് ഏതൊരു കുട്ടിക്കും സ്കോർ ചെയ്യാം. ഓക്കെ, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ നമ്മൾ തൊടുവര വരച്ചിട്ടുണ്ടാവും. കൺസ്ട്രക്ഷൻ എന്നുള്ളത് വെറുതെ വരച്ചാൽ പോരാ, കൃത്യമായി 3 സെന്റിമീറ്റർ സർക്കിൾ എടുത്ത് പെൻസിൽ കൊണ്ട് കൃത്യമായി തന്നെ വരയ്ക്കണം. എങ്കിലേ മുഴുവൻ മാർക്ക് കിട്ടുള്ളൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. Then we are going to the next question 20. 20ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇവിടെ ഒരു ചതുരം എന്നുണ്ട്, ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ റെക്ടാംഗിളിന്റെ ഏരിയ 40 ചതുരശ്ര സെന്റിമീറ്റർ, 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ റെക്ടാംഗിളിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കൂ, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എത്രയാണ്, ഷെയ്ഡഡ് ഏരിയയുടെ ഏരിയ എത്രയാണ്. അപ്പൊ നോക്കൂ, ഇതാണ് ബി എന്ന് പറയുന്നത്, ഇതാണ് ഇതിന്റെ എച്ച് എന്ന് പറയുന്നത്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതേ ഹൈറ്റ് തന്നെയാണ്, ഒരു വ്യത്യാസവും. അപ്പൊ നമ്മൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ട്രയാങ്കിളിന്റെ ഏരിയ പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഓക്കെ, ട്രയാങ്കിളിന്റെ ഏരിയ പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. ഈ ബി ഇൻറ്റു എച്ച് ആണ്, നീളം ഇൻറ്റു വീതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഈ 40 എന്ന് നമുക്ക് തന്നിട്ടുള്ളത്. പറയണത് മനസ്സിലാവുണ്ടല്ലോ. തന്നിരിക്കുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 40 ആണ്. ആ 40 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യുമ്പോഴാണ്. അതായത് ഇവിടെ ബി ഇത് എച്ച് ആയിട്ട് എടുത്താൽ ബി ഇൻറ്റു എച്ച് തന്നെയാണ്. ബി ഇൻറ്റു എച്ചിന് പകരം നമുക്ക് എന്തെടുക്കാം, നിങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതണം കേട്ടോ, ഏരിയ ഓഫ് ഷെയ്ഡഡ് പാർട്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എഴുതണം, ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 40, അപ്പൊ ഈക്വൽ ടു 20 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് പറയുന്നത്, ആ ട്രയാങ്കിളിന്റെ ഷെയ്ഡഡ് ഏരിയയുടെ ഷെയ്ഡഡ് പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, അപ്പോ നിലവിലുള്ള ടോട്ടൽ ഏരിയയുടെ പകുതി ഭാഗമാണ് എന്ത് പറയുന്നത്, ഇത് എന്ന് പറയുന്നത് നമുക്കറിയാലോ. ദെൻ അടുത്ത് നോക്കൂ, നമ്മൾ കണ്ണടച്ചിട്ട് ഇതിനുള്ളിൽ ഒരു കുത്തിട്ട് കഴിഞ്ഞാൽ ഇവിടെ എവിടെ വരാനാണ് സാധ്യത. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മള് പ്രോബബിലിറ്റി ഈക്വൽ ടു എങ്ങനെ വരിക, ടോട്ടൽ എത്ര നമുക്ക് ആവശ്യമായ ഇതിന്റെ ഏരിയ എത്രയാണ്, 20. ട്രയാങ്കിളിന്റെ ഏരിയ 20 ആണ്. ടോട്ടൽ ഏരിയ എത്രയാണ്, 40 ആണ്. ഡിവൈഡ് ചെയ്ത 1/2. ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി, 3 മാർക്ക് സ്കോർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഏത് ചോദ്യത്തിലേക്കാണ് പോകുന്നത്, ഇപ്പൊ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ 4 മാർക്കിന്റെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 3 മാർക്കിന്റെ എത്ര ചോദ്യങ്ങൾ, നമ്മളിപ്പോ എന്തൊക്കെ ചോദ്യങ്ങൾ ചെയ്തു, 1 മാർക്കിന്റെ 5 ചോദ്യങ്ങൾ ചെയ്തു അല്ലേ. അപ്പൊ നമുക്ക് 5 മാർക്ക് കിട്ടി.
2 മാർക്കിന് എത്ര ചോദ്യം ചെയ്തു? ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതുമ്പോ ഞാൻ ഈ പറയുന്നതിന്റെ എത്രയോ പകുതി സമയങ്ങൾ നോക്കുമ്പോൾ മതി, ഒരു ചെറിയ ഭാഗം സമയം മതി ഇത് ചെയ്യാൻ. ഓക്കെ, നമുക്ക് വളരെ കുറച്ച് സമയം മതി. കറക്റ്റ് ആയിട്ട് അറിയുന്ന ഒരാൾക്ക് കുറച്ച് സമയം മതി. പക്ഷേ കൂടുതൽ കൺഫ്യൂഷനായി ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. അപ്പോ നമ്മളിപ്പോ 1 മാർക്കിന്റെ 5 ചോദ്യങ്ങളായി, അപ്പൊ 5 മാർക്കായി. 2 മാർക്കിന്റെ 5 ചോദ്യങ്ങളായി, അപ്പൊ 10 മാർക്കായി, ടോട്ടൽ 15 ആയി. ഇനി അതിന് പുറമെ 3 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഇതോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, 3 മാർക്കിന്റെ 10 ചോദ്യം പറഞ്ഞാൽ എത്ര മാർക്കായി? 30 മാർക്കായി. ഓക്കെ, 30 പ്ലസ് നേരത്തെ ഉള്ള 15 മാർക്ക്, അപ്പൊ 45 മാർക്ക് ഓൾറെഡി ഈ 3 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടും. ഈ 45 മാർക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ പോലും ചെലവഴിക്കേണ്ടതില്ല. ഓക്കെ, കാരണം വളരെ ഒരു സെന്റൻസ് മാത്രം എടുത്ത് ഉത്തരം എഴുതാനുള്ള, വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ 3 മാർക്ക് വരെ ചോദിച്ചിട്ടുള്ളൂ നമ്മുടെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് 1 മണിക്കൂർ മാത്രമേ അതിന്, 1 മണിക്കൂർ മാക്സിമം, അത്രയും ആവശ്യം വരുന്നില്ല. 45 മാർക്കിന്റെ ചോദ്യത്തിന് നമ്മൾ 1 മണിക്കൂറിൽ താഴെ സമയം ചെലവഴിച്ചാൽ തന്നെ ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര മാർക്ക് ആയിട്ടുണ്ട്? 45 മാർക്ക് ആയിട്ടുണ്ട്. എത്ര മാർക്ക് ആകണം? 160 മാർക്ക് ആകണം. ഓക്കെ, ദെൻ നമ്മള് ഏതിലേക്ക് പോവാണ്? 4 മാർക്കിന്റെ സെഷനിലേക്ക് പോവാണ്. 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് 4 മാർക്കുള്ളത്. അതായത് 10 ചോദ്യങ്ങളാണ് 4 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ 10 ചോദ്യങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 4 മാർക്കിന്റെ സെഷനിലെ ആദ്യത്തെ ചോദ്യമായ 21ാമത്തെ ചോദ്യം വായിക്കുകയാണ്, ശ്രദ്ധിക്കുക. ഒരു സമാന്തര ശ്രേണിയുടെ 10ാമതും 20ഉം 20ാമതും 10ഉമാണ്. ഓക്കെ, 10th ടേം എത്രയാണ്? 10th ടേം എന്ന് പറയുന്നത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 10th ടേം എന്ന് പറയുന്നത് 20 ആണ്. 20th ടേം എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് വന്നാൽ, അതായത് 10ാമത്തെ പദം 20, 20ാമത്തെ പദം 10, ഇങ്ങനെ റിവേഴ്സ് ആയി വന്നാൽ കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആണ്. അങ്ങനെ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ഇതില് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ്. ടേം ഡിഫറൻസ് പറഞ്ഞാൽ 10 - 20 പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം. അപ്പൊ 20 - 10 അല്ലെ? അപ്പൊ 10 - 10 എന്ന് വരും, അതായത് -1. ഓക്കെ, ഇതാണ് കോമൺ ഡിഫറൻസ് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? 1 മാർക്കാണ്. ഈ ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക്, 2 മാർക്കാണ് വരുന്നത്. ഇനിയോ ഇതിന്റെ 30ാമത്തെ ടേം എത്രയാണ്? ബി ക്വസ്റ്റ്യൻ ഇതാണ്. 4 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. 4 മാർക്കാണ് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടാൻ പോണത്. ഓക്കെ, 30ാമത്തെ പദം എത്രയാണ്? 30th ടേം എത്രയാണ്? അപ്പോ x30 ഈക്വൽ ടു, എങ്ങനെ 30ാമത്തെ പദം കണ്ടുപിടിക്കുക? നമുക്ക് 20ാമത്തെ പദം അറിയാം അല്ലെ? അപ്പൊ 20ാമത്തെ പദത്തിന്റെ കൂടെ 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. 10d, 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുക, അതാണ് 10d നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ x20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 പ്ലസ് 10 ഇൻറ്റു -1. d എന്ന് പറഞ്ഞാൽ -1 ആണല്ലോ. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 - 10, 0. ഓക്കെ, അപ്പൊ 0 ആണ് വരുന്നത്. ഇനി നോക്കൂ, അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തെറ്റു വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതായത് ചോദ്യം മീൻസ് അടുത്ത സബ് ക്വസ്റ്റ്യൻ, സി സബ് ക്വസ്റ്റ്യൻ. ഇതിന് 2 മാർക്കാണ്. ഇത് ഇതുവരെ എഴുതിയ എത്ര മാർക്കായി? 3 മാർക്കായിട്ടുണ്ട്. 4ാമത്തെ മാർക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പൊ നമ്മള്. ഈ ശ്രേണിയിലെ ആദ്യത്തെ ന്യൂനസംഖ്യാ പദം ഏതാണ്? അതായത് നെഗറ്റീവ് നമ്പർ ഏതാണ്? ആദ്യ നെഗറ്റീവ് ടേം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2 ഉദ്ദേശങ്ങൾ വെച്ചിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കാം. ഒന്ന്, ഇത് എത്രാമത്തെ ടേം ആണ് എന്നുള്ളത് ഉദ്ദേശിക്കാം. ആ ടേം ഏതാണെന്നുള്ളത് ചോദിക്കാം. അപ്പൊ 2 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ? അതായത് ഇപ്പൊ നമ്മുടെ 30ാമത്തെ പദത്തിലാണ് 0 ആണ്. ഇനി 31ാമത്തെ പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 0-നോടൊപ്പം -1 കൂട്ടുന്നതായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ 30ാമത്തെ പദം പറഞ്ഞാൽ 0 ആണ്. ഒരു ടേമിനോടൊപ്പം അടുത്ത ടേം കിട്ടാൻ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് പ്ലസ് ചെയ്യണം. 30ാമത്തെ ടേമിനോടൊപ്പം പ്ലസ് -1 ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടുക? -1 എന്നാ കിട്ടുക. അപ്പൊ ആദ്യത്തെ ന്യൂനസംഖ്യാ പദം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? പൂർണ്ണമായ ഉത്തരം ഇതാണ്, x31. അതായത് x31 31ാമത്തെ ടേം -1 ആണ്. അപ്പൊ ഒന്നുകിൽ ഇത് എഴുതാനുള്ള ലക്ഷ്യം വെച്ചിട്ട് ഈ ചോദ്യം ചോദിക്കുക, എത്രാമത്തെ ടേം ആണ്?
എത്രാമത്തെ ടേമാണ് ആദ്യത്തെ ന്യൂനസംഖ്യ, ആദ്യത്തെ നെഗറ്റീവ് നമ്പർ വരുന്നത്, അല്ലെങ്കിൽ ന്യൂനസംഖ്യ പദം ഏതാണ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ഉദ്ദേശം വെച്ചിട്ട് ചോദിക്കുക. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഒരു രീതിയിൽ മാർക്ക് കുറയില്ല. x31 31ാമത്തെ ടേം -1 ഇതിൽ ഇനി എവിടെ ടീച്ചർ മാർക്ക് കുറയ്ക്കാനില്ല. അപ്പൊ നമുക്ക് ഇതിന് 2 മാർക്ക് കിട്ടുന്നു, ഇതിന് 1 മാർക്ക് കിട്ടുന്നു, ഇതിന് 1 മാർക്ക് കിട്ടുന്നു. 4 മാർക്കിന്റെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇവിടെ സോൾവ് ചെയ്ത് കഴിയുന്നു. 4 മാർക്കിന്റെ രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, 22ാമത്തെ ചോദ്യം. 1 3 5 എക്സെട്ര എന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. 1 3 5 എക്സെട്ര. ഇതിന്റെ 20ാമത്തെ ടേം കാണണം. എ ക്വസ്റ്റ്യൻ അതാണ്. 20ാമത്തെ ടേം കാണണം. ഓക്കെ, എങ്ങനെ 20ാമത്തെ ടേം കാണാം? നമ്മള് f plus n minus 1 into d. എല്ലാവർക്കും അറിയാലോ ഇക്വേഷൻ. എന്താ ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്. 1 plus 19 into d. d എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പൊ എത്ര വരിക? 19 into 2 പറയുമ്പോ ഇൻഡു ആണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ 19 into 2 പറയുമ്പോൾ 38 ആണ്. 38 plus 1 പറയുമ്പോൾ 39. ഇതാണ് വരിക. ബി ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഞാൻ കഴിഞ്ഞ ചോദ്യങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ എ ക്വസ്റ്റ്യൻ യൂസ് ചെയ്തുകൊണ്ട് ബി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് എപ്പോഴും ബി ക്വസ്റ്റ്യൻ ചോദിക്കുക. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോളൂ. ബി ക്വസ്റ്റ്യൻ ആദ്യത്തെ 20 പദങ്ങളുടെ തുക കാണണം. ആദ്യത്തെ 20 ടേമിന്റെ എന്ത് കാണണം? തുക കാണണം. ഓക്കെ, അപ്പൊ S20 ഈക്വൽ ടു Sn ഈക്വൽ ടു എന്താ ഇക്വേഷൻ? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ കാരണം? എനിക്ക് 20ാമത്തെ ടേം എത്രയെന്ന് അറിയാം, ലാസ്റ്റ് ടേം എത്രയെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോ S20 ഈക്വൽ ടു 20/2 ഇൻറ്റു 1 പ്ലസ് 39. നിങ്ങൾക്ക് വേറെ ഇക്വേഷൻ വെച്ച് ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d വെച്ച് ചെയ്താൽ കിട്ടുകയൊക്കെ ചെയ്യും. ഓക്കെ, ഈക്വൽ ടു 10 ഇൻറ്റു 40 that is equal to 400. വെരി സിമ്പിൾ അല്ലേ? അപ്പൊ നമുക്ക് ഇതിലെ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ 1 മാർക്ക് ലഭിച്ചു. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ 2 മാർക്ക് ലഭിച്ചു. ഇത് ചെയ്തപ്പോ എത്ര മാർക്ക് കിട്ടി? 2 മാർക്ക് കിട്ടി. അപ്പൊ ഇനി നമുക്ക് എത്ര മാർക്ക് കിട്ടണം? അതിൽ 1 മാർക്കും കൂടി കിട്ടണം. അതിന് ഇനി എന്താ നോക്കൂ. 6 8 10 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുകയാണ്. ഓക്കെ, ഏതാണ്? 6 8 10 എക്സെട്ര എന്നുള്ള ഒരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിന്റെ എന്ത് ചെയ്യണം? 20 ടേമിന്റെ സം കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 20ാമത്തെ ടേം അറിയുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. അപ്പൊ 20 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ 20/2 ഇൻറ്റു 2f 2 ഇൻറ്റു 6 പ്ലസ് n മൈനസ് 1. അപ്പൊ 90 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ 20/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു ഇവിടെ നോക്കൂ. 9 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 38. ഓക്കെ, ഇത് പറഞ്ഞാൽ 12. അതിനോട് പ്ലസ് ചെയ്താൽ 50 എന്നാണ് കിട്ടുക. അപ്പൊ 500 എന്നാണ് എന്റെ സം. ഓക്കെ, അപ്പൊ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി? നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്തു. ഇതിൽ എന്ത് ബുദ്ധിമുട്ടായ സ്റ്റെപ്പാണ് നമുക്കുള്ളത്? ഒരു ബുദ്ധിമുട്ടായ സ്റ്റെപ്പും ഇല്ല. അപ്പൊ നോക്കൂ, ഇത് രണ്ടെണ്ണം ഞാനിപ്പോ എഴുതി ബോർഡിലുള്ള ഈ 2 കാര്യങ്ങൾ തന്നെ 8 മാർക്കിന്റെ കാര്യങ്ങളാണ് നമ്മുടെ എക്സാമിലെ. ഓക്കെ, അപ്പോ അത്രയും നമുക്ക് ഇവിടെ ലഭിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ 22ാമത്തെ ചോദ്യമാണ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 23. നമുക്ക് 23ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 23ാമത്തെ ചോദ്യത്തിന്റെ ചിത്രം ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ചോദ്യത്തിലുള്ളത് നമുക്ക് ഇവിടെ ആദ്യം കണ്ടെത്തേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. O സെന്റർ ആയ ഒരു സർക്കിൾ ആണ്. O ഈസ് ദ സെന്റർ. ഓക്കെ, O സെന്റർ ആയ ഒരു സർക്കിൾ ആണ്. ഇതില് എ ബിയും സി ഡിയും പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്? ഇതാണ് എ ബി, ഇതാണ് സി ഡി. ഓക്കെ, പരസ്പരം ലംബമായി പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയുടെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം. എന്താണ്? ആംഗിൾ എയുടെ അളവ് എത്ര ഡിഗ്രിയാണ് എന്നാണ് നമ്മുടെ അടുത്തുള്ള ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നോക്കിക്കോളൂ, ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. ഈ ചെറിയ ട്രയാങ്കിളില് ആ ചെറിയ ട്രയാങ്കിൾ മാത്രം ഞാൻ ഇവിടെ വരയ്ക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ്. ഇതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ 20 ഡിഗ്രിയാണ്, ഇവിടെ 90 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ വളരെ എളുപ്പത്തില്? അപ്പോ 90 20 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 110 ഡിഗ്രിയാണ്. 110 നിന്ന് 180 എത്താൻ 70 ഡിഗ്രിയാണ് ആവശ്യം. ഇതാണ് എ എന്ന് പറയുന്നത്.
അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണ്. ആംഗിൾ എ ഈക്വൽ ടു 70 ഡിഗ്രി. 70 ഡിഗ്രി മാത്രം എഴുതി വെക്കരുത്. ആംഗിൾ എന്ന് എഴുതാൻ എത്ര സമയം വേണം നിങ്ങൾക്ക് അത് എഴുതണം കേട്ടോ. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബി ക്വസ്റ്റ്യൻ? ബി ക്യു സി എന്ന് പറഞ്ഞിട്ട് ഒരു ആർക്ക് ഉണ്ട്, ചാമുണ്ട്. ബി ക്യു സി എന്താ? ബി ക്യു സി ബിയിൽ നിന്ന് ക്യൂയിലൂടെ സി, ബി ക്യു ഡി എന്ന് പറഞ്ഞിട്ടൊരു ചാമുണ്ട് അല്ലെ. ഈ ബി ക്യു ഡിയുടെ കേന്ദ്ര കോണിന്റെ അളവ് എത്രയാണ്? സെൻട്രൽ ആംഗിൾ. സെൻട്രൽ ആംഗിൾ മീൻസ് എങ്ങനെയാണ് വരിക? സെൻട്രൽ ആംഗിൾ പറഞ്ഞ ഇതാണ്, ഈ ആംഗിൾ ആണ് സെൻട്രൽ ആംഗിൾ. ബി ക്യു സിയുടെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, നോക്കൂ, എത്ര ഡിഗ്രി ആണോ ഇവിടെ വരുന്നത് അതായിരിക്കില്ല ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്താൽ ഇവിടെ വരുന്നത്. ഇവിടെ 70 ഡിഗ്രി ആണല്ലോ. അപ്പൊ 70 ഡിഗ്രിന്റെ ഡബിൾ ആയിരിക്കില്ല ഇവിടെ വരിക. അപ്പോ ആംഗിൾ ബി ഒ ഡി, അതായത് ബി ഒ ഡി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് ഓയിലൂടെ ഡിയിലേക്ക് പോകുന്നത്, അതാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരിക? 70 ഡിഗ്രി ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. അപ്പൊ ഇതിന്റെ എ ക്വസ്റ്റ്യൻ എത്ര മാർക്കാണെന്ന് അറിയോ നിങ്ങൾക്ക്? എ ക്വസ്റ്റ്യന് 1 മാർക്കാണ്. ഈ ബി ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ളൂ, ഒത്തിരി കയറി ചിന്തിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് അതിന് 2 മാർക്ക് ഉണ്ട്. നമ്മൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു? 3 മാർക്ക് സ്കോർ ചെയ്തു. ഇനി നോക്കൂ, എ പി സിയുടെ കേന്ദ്രകോണിന്റെ അളവ് എത്രയാണ്? എ പി സി മനസ്സിലാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എ പി സി. ഇതിന്റെ കേന്ദ്രകോൺ പറഞ്ഞാൽ എങ്ങനെ വരിക? ഇവിടെന്നും കൂടി എന്ത് ചെയ്യണത്? ജോയിൻ ചെയ്യണ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അപ്പോ ഇത് നോക്കൂ, ഇവിടുന്ന് ജോയിൻ ചെയ്യണ മറ്റൊന്നാണല്ലോ ഇത്. ഈ എയിൽ നിന്നും സിയിൽ നിന്നും ജോയിൻ ചെയ്യണാണല്ലോ 20 ഡിഗ്രി. ആ 20 ഡിഗ്രിന്റെ ഡബിൾ ആണ് അതിന്റെ സെൻട്രൽ ആംഗിൾ വരിക. ഓക്കെ, അതായത് ഇതിന്റെ മറുചാപത്തിലേക്ക് വരയ്ക്കുന്നത് പകുതി ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ വരുമ്പോ ഇവിടെ എത്ര ഡിഗ്രി വരിക? 40 ഡിഗ്രിയാണ് വരിക. അപ്പൊ സി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സി ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആംഗിൾ എ ഒ സി ഈക്വൽ ടു 20 ഡിഗ്രി ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 23ാമത്തെ ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ദെൻ ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയുള്ളൂ. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 സെന്റിമീറ്റർ ചുറ്റളവിലുള്ള ഒരു ചതുരത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകാവുന്ന ഒരു ജോഡി സംഖ്യകൾ എഴുതുക. അപ്പോ ഒരു ചതുരത്തിന്റെ, ഒരു റെക്ടാംഗിളിന്റെ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെരിമീറ്റർ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താവാമെന്നുള്ള ഏതെങ്കിലും ഒന്ന് എഴുതുക. അപ്പോ നോക്കിക്കോളൂ, നിങ്ങള് റെക്ടാംഗിൾ ഉണ്ട്, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 20 കിട്ടണം അല്ലെ. 15ഉം 5ഉം എടുത്തു. അപ്പോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 20 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 20 കിട്ടും. അപ്പോ ടോട്ടൽ എല്ലാം കൂടി കൂട്ടിയാൽ 40 കിട്ടണം എന്നുള്ളത് കൊണ്ട് ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 20 കിട്ടിയാൽ മതി. ആ രൂപത്തിൽ എഴുതാൻ പാടുള്ളൂ. അപ്പൊ ഒരു കുട്ടി 15ഉം 5ഉം എഴുതി, ശരിയാണ്. ഒരു കുട്ടി 10ഉം 10ഉം എഴുതി. രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം? 20 കിട്ടണം എന്ന രൂപത്തിൽ എഴുതിയാൽ അതിൽ ഉത്തരം ശരിയാണ്. അപ്പോ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ 15 കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സൈഡ് എത്രയെന്ന് എങ്ങനെ ആലോചിക്കുക? 20ൽ നിന്ന് 15 കുറയ്ക്കും അല്ലെ. 20ൽ നിന്ന് 15 കുറയ്ക്കും. അപ്പൊ നമുക്ക് എത്രയെന്ന് കിട്ടും? ഈ പറഞ്ഞ പോലെ 5 എന്ന് കിട്ടും. ആ ഒരു കോൺസെപ്റ്റ്, ആ മൈനസ് ചെയ്യുന്ന കോൺസെപ്റ്റ്, എക്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എ ക്വസ്റ്റ്യനിൽ രണ്ടും കൂടി കൂട്ടിയാൽ 20 കിട്ടുന്ന രൂപത്തിൽ ഏത് സംഖ്യ എഴുതിയാലും, ഒരു കുട്ടി 12, 8 എന്നെഴുതി, അതും ശരിയാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതിന്റെ ചുറ്റളവ് പെരിമീറ്റർ 40ഉം ഏരിയ 84ഉമായിട്ടുള്ള ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കാണണം, അതിന്റെ ലെങ്ത് ഓഫ് സൈഡ്സ് കാണണം. അപ്പൊ പെരിമീറ്റർ 40 എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? പെരിമീറ്റർ പറഞ്ഞാൽ 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണ്. ഓക്കെ, ഈക്വൽ ടു 40. അപ്പൊ എൽ പ്ലസ് ബി ഈക്വൽ ടു എന്താ വരിക? 20. അതാണ് പറഞ്ഞത് നീളവും വീതിയും കൂടി കൂട്ടി എത്ര കിട്ടണമെന്ന്? 20 കിട്ടണമെന്ന്. അപ്പൊ ഞാൻ ഇതിനെ എക്സ് എന്നെടുത്താൽ, എല്ലിന് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ബിക്ക് എന്തായിരിക്കും വരിക? 20 മൈനസ് എക്സ് എന്നാണ് വരിക. അപ്പൊ ഞാൻ 15 എടുത്തപ്പോ 20 നിന്ന് 15 കുറച്ചാൽ ബാക്കിയല്ലേ അപ്പുറത്ത്. അപ്പൊ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 20 മൈനസ് എക്സ് എന്നാണ് വരിക. അപ്പൊ എല്ലിന് പകരം നമ്മൾ എക്സ് എന്നും ബിക്ക് പകരം 20 മൈനസ് എക്സ് എന്നും. ഈ പെരിമീറ്ററും ഏരിയയും വെച്ചിട്ടുള്ള ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഓക്കെ, ദെൻ ഇതിന്റെ സംഖ്യ മാത്രമേ ടെക്സ്റ്റ് ബുക്കിൽ വ്യത്യാസമുള്ളൂ.
പെരിമീറ്റർ ഏരിയയും വെച്ചിട്ടുള്ള ചോദ്യം ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ദെൻ അപ്പോ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ്. ഓക്കെ, എക്സ് ഇൻറ്റു 20 മൈനസ് എക്സ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? എത്ര ഇതിന്റെ ഏരിയ? 84 ആണ്. ഈക്വൽ ടു 84. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എക്സിനുള്ളിലേക്ക് ഇനി എന്താ കിട്ടുക നമുക്ക്? 20x മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 84. എക്സ് സ്ക്വയറിന് മുമ്പിൽ നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിലും ഒരു നെഗറ്റീവ് കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 20x ഈക്വൽ ടു മൈനസ് 84 എന്നാവും. ഓക്കെ, ദെൻ അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുക എക്സ് സ്ക്വയർ മൈനസ് 20x ഈക്വൽ ടു മൈനസ് 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യണം. ശ്രദ്ധിച്ചോളൂ, എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 20ന്റെ പകുതി 10, ആ 10ന്റെ സ്ക്വയർ രണ്ട് ഭാഗവും നമ്മൾ ആഡ് ചെയ്യണം. ഈക്വൽ ടു മൈനസ് 84 പ്ലസ് 10ന്റെ സ്ക്വയർ പറഞ്ഞാൽ എത്രയാണ്? 100. നമുക്ക് പ്ലസ് ഓർ മൈനസ് 4 എടുക്കാം. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 4 എടുക്കാം. അപ്പോ എക്സ് മൈനസ് 10 എക്സ് ഈക്വൽ ടു 4 മൈനസ് 10, 4 പ്ലസ് 10 14 വരും. ഓക്കെ, അപ്പൊ ഒരു സൈഡ് 14 വന്നാൽ മറ്റൊരു സൈഡ് എത്ര ആയിരിക്കും? 6 ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ദ സൈഡ്സ് ഓഫ് റെക്ടാംഗിൾ ഈസ് 14 ആൻഡ് 6 എന്നെഴുതണം. ഇത് 3 ചെയ്യാനുണ്ട്, പക്ഷെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നന്നായി പഠിച്ച ഒരാൾക്ക് വളരെ കൃത്യമായി ഇത് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്ക് 4 മാർക്കിന്റെ അടുത്ത ഒരു ചോദ്യമായിരുന്നു ഇത്. അതിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിന്റെ പെരിമീറ്റർ 40 ആണെങ്കിൽ, ചുറ്റളവ് 40 ആണെങ്കിൽ അതിന്റെ വശങ്ങൾ എത്രയൊക്കെ ആകാം എന്നാണ് ചോദിക്കുന്നത്. എല്ലാം എഴുതേണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയല്ലോ. ഓക്കെ, ദെൻ അടുത്തത് പെരിമീറ്റർ ചുറ്റളവ് 40ഉം ഏരിയ 84ഉം ആണെങ്കിൽ അതിന്റെ സൈഡുകൾ എത്രയൊക്കെ ആയിരിക്കും? അപ്പൊ സൈഡ് എങ്ങനെയൊക്കെ ആയിരിക്കും? ഒരു സൈഡ് 14 ആയിരിക്കും, അപ്പൊ മറ്റേ സൈഡ് 6 ആയിരിക്കും. ഇതാണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ മക്കളെ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. 24 ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ടോട്ടലി ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങോട്ട് ഒരു 20ഓളം ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. നാളത്തെ ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കുകയും അതിനുശേഷമുള്ള ഓരോ ക്ലാസ്സിലും 2 അല്ലെങ്കിൽ 3 ചാപ്റ്റർ ആയിക്കൊണ്ട് നമ്മുടെ പാഠങ്ങൾ റിവിഷൻ ചെയ്യുകയുമാണ് നമ്മൾ ചെയ്യുക. കൃത്യമായി തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് എഴുതി നോക്കി ആ രൂപത്തിലുള്ള, ഇപ്പൊ നമ്മൾ ചെയ്ത രൂപത്തിലുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന പ്രൂഫുകളോ അല്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്ന ചിത്രങ്ങളോ കൂടുതൽ സ്റ്റെപ്പുകളുള്ള പ്രോബ്ലംസോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലെ വലിയ വലിയ ഇക്വേഷൻസോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, ഇവിടെ ബുദ്ധിമുട്ടാക്കി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ ഇല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലുള്ള ഏതൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്? നമ്മുടെ നോട്ട് ബുക്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, നമ്മൾ ചെയ്തിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ രൂപത്തിലാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുള്ളത്? അപ്പൊ ഈ രൂപത്തിലുള്ള പ്രോബ്ലം ആയിരിക്കും നമുക്ക് കൂടുതലും പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിക്കുക. പിന്നെ കുറെ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണ ഉണ്ട്, മോഡൽ എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു, പക്ഷെ എനിക്ക് പബ്ലിക് എക്സാം ടഫ് ആവുമെന്ന് സംശയമുണ്ട്. മോഡൽ എക്സാം സിമ്പിൾ ആണെങ്കിൽ പബ്ലിക് എക്സാം ടഫ് ആവുമെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. മോഡൽ എക്സാമിന്റെ ഏകദേശം ആ രൂപത്തിലായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുക. അതേ ചോദ്യങ്ങൾ എടുത്ത് ചോദിക്കുക എന്നുള്ളത് പ്രാവർത്തികമല്ലാത്തത് കൊണ്ട് അതിൽ നിന്നൊന്ന് മാറ്റിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് എന്ത് ചെയ്യുക, ചോദിക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ രീതികളൊക്കെ മാറ്റി ആയിട്ടായിരിക്കും ചോദിക്കുക എന്ന് കൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വിബ്ജിയോർ അക്കാദമി നടത്തുന്ന 7 ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നമുക്ക് ആദ്യത്തെ വീഡിയോ തന്നെ കുറെ കുട്ടികളിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. വളരെ സന്തോഷം. നമ്മുടെ രണ്ടാമത്തെ ഈ ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുകയും നിങ്ങൾ അത് പൂർണ്ണമായും കാണുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തി വിബ്ജിയോർ അക്കാദമി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുന്നു.